ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് റെസിപ്പിയുമായിട്ടാണ്. ഒന്ന് കാരമൽ ബ്രെഡ് ടോസ്റ്റും ഒന്ന് കൂൾ കോഫിയും. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കാരമൽ ബ്രെഡ് ടോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാനിൻ്റെ ചുറ്റോറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഷുഗർ വേണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ പാനിൻ്റെ ചുറ്റോറ് ഇട്ട് കൊടുക്കുക. എങ്കിലും എല്ലാ ബ്രെഡ് മേലും നന്നായിട്ട് ഷുഗർ ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഈ ഷുഗർ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ. കാരണം പഞ്ചസാര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യട്ടോ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. അടുത്ത സൈഡും നമുക്കിതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരം നെയ്യ് ഉപയോഗിക്കാം. ഒന്നുകൂടി ടേസ്റ്റ് ബട്ടർ ആവും. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മുടെ ഷുഗർ എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ കളറിലാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കാരമൽ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കണ്ടോ, 2 സൈഡും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കൂൾ കോഫിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ വെച്ച് പാല് കട്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂണ് കോഫി പൗഡർ എടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ വേണ്ടി. ഞാൻ ഇവിടെ ബ്രൂ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോഫി പൗഡർ കൂടുതലാവാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എനിക്ക് ചൂട് കോഫിനേക്കാളും ഇഷ്ടം ഈ കൂൾ കോഫിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. ഇപ്പോൾ ഞാനിതാ കോഫിയെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. എങ്കിലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്